പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് ഒരു സാക്ഷ്യ ലെറ്റർ പരിശോധിക്കുകയാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തത്സമയം തന്നെ യേശുക്രിസ്തു സൗഖ്യവും സമാധാനവും കൃപയും വിടുതലും നൽകുന്നതായി അനേകരുടെ അനുഭവ കത്തുകളിൽ നിന്ന് അച്ഛന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനത്തെ ഒരു കത്ത് ഇന്ന് പൊതുവായി എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലൂസി തോമസ്, പാറയമ്പാടം, തൃശ്ശൂർ. ആ വ്യക്തിയുടെ അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് തോമസ് നാഗർകോവിലിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. ഓഗസ്റ്റ് മാസം അവസാനം ചേട്ടൻ നാട്ടിൽ വന്നപ്പോൾ ഞാനും ചേട്ടനും ഒരുമിച്ചിരുന്ന് ഞായറാഴ്ച രാത്രി 8:30 TV ഓൺ ചെയ്ത് ഷാലോം ചാനലിൽ അഭിഷേക അഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തു. ചേട്ടന് നാഗർകോവിലിൽ പോയതിന് ശേഷം അലർജി രോഗം പിടിപെട്ട് ചൊറിച്ചിലിൻ്റെ അസ്വസ്ഥത കൊണ്ട് പീഡ അനുഭവിക്കുകയായിരുന്നു. ആ അഭിഷേക അഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു, അലർജി രോഗനിമിത്തം ചൊറിച്ചിൽ അനുഭവിക്കുന്നവരിൽ നിന്ന് രോഗപീഡ വിട്ടുപോകട്ടെ. ആ സമയത്ത് തന്നെ
എൻ്റെ ചേട്ടൻ്റെ ശരീരത്തിൽ നിന്ന് അലർജി രോഗം വിട്ടൊഴിഞ്ഞു പോയി. പിന്നീട് ഒരിക്കലും ഇന്ന് വരെ എൻ്റെ ചേട്ടന് അലർജി രോഗത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു സുഖപ്പെടുത്തി. ഹല്ലേലൂയ. യേശു ക്രിസ്തു സുഖപ്പെടുത്തി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തത്സമയം രോഗസൗഖ്യങ്ങൾ കർത്താവ് നൽകുന്നു, കർത്താവ് വർഷിക്കുന്നു. ഹല്ലേലൂയ. ഒന്നല്ല, ഒരുപാട് കുടുംബങ്ങളിൽ ഇത് നിത്യ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ, ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രോഗികളായിട്ടുള്ളവർ വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥനാപൂർവം ഇതിൽ പങ്കെടുക്കുക. രോഗികളായിട്ടുള്ളവരെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോൾ തന്നെ രോഗികളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ വചന ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി ഒരുക്കി അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തുക. ഹല്ലേലൂയ. കർത്താവ് ഈ വചന ശുശ്രൂഷ സമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങളുടെ ഭവനങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചൊരിയുന്ന അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ, സൗഖ്യങ്ങൾ ഇതുപോലെ കത്തെഴുതി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സിൽ അയച്ചു തന്നാൽ ഇതുപോലെ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് തുടർന്ന് ചില നിർദ്ദേശങ്ങൾ നൽകാനുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കാം. അച്ഛൻ്റെ ടി വിയിൽ കൂടെയുള്ള പ്രഭാഷണം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വലിയ ആത്മീയ ഉണർവ് നൽകുന്നുണ്ട്. അത് വരാൻ വേണ്ടി എല്ലാ ഞായറാഴ്ച ഞാൻ കാത്തിരിക്കും. ഈ സമയമാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയം അല്പം കൂടെ കൂട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നല്ലൊരു ആഗ്രഹമാണ്. അച്ഛനും ടീം അംഗങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനുവദിക്കുന്ന നാളിൽ നമുക്ക് അഭിഷേക പ്രോഗ്രാമിൻ്റെ സമയം വർദ്ധിപ്പിച്ച് തരുന്ന നാളിൽ നമുക്കൊന്നിച്ച് നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. ഇത് അനേകരുടെ ആഗ്രഹമാണ് ഒരു സഹോദരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളായി മാറട്ടെ, അത്ഭുത വിശുദ്ധിയായി മാറട്ടെ, അത്ഭുത മാനസാന്തരമായി മാറട്ടെ, അത്ഭുത വിടുതലായി മാറട്ടെ. ഇത് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കരം ഓരോ മകൻ്റെ മേലും വന്ന് നിൽക്കട്ടെ. ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് തൊട്ട് സുഖപ്പെടുന്ന അനുഭവങ്ങൾ ഇപ്പോൾ രോഗികൾക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ ചൈതന്യം എല്ലാവരുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇപ്പോൾ ആവസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തിൻ്റെ നാളുകളിൽ ജാഗരൂകത പാലിക്കുക എന്നതിനെക്കുറിച്ചാണ്. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 10:13. മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ദൈവം നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ ബലഹീനനാണ്, ഞാൻ വീണു പോവുകയാണ്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ആർക്കും ന്യായമില്ല. കാരണം ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്, ഒരു വ്യക്തിയുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കുകയില്ല. പ്രലോഭനവും വ്യക്തി നിൽക്കുമ്പോൾ ആരുടെ ശക്തിയാണ് കൂടുതൽ? ദൈവ പൈതലിൻ്റെ ശക്തി തന്നെ. പ്രലോഭനത്തേക്കാൾ ഉയർന്ന ശക്തിയാണ് ദൈവ പൈതലിനുള്ള ശക്തി. അതുകൊണ്ട് ദൈവം പഠിപ്പിക്കുകയാണ്, ഒരു ദൈവ പൈതലിൻ്റെ ശക്തിയുടെ താഴെ നിൽക്കുന്ന ആ ദൈവ പൈതലിന് കീഴ്പ്പെടുത്താവുന്ന ശക്തിയെ മാത്രമേ പ്രലോഭനത്തിന് ദൈവം അനുവദിക്കുകയുള്ളൂ.
മാത്രമല്ല, ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനത്തെക്കാൾ ഉന്നതമായ ശക്തി ആ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തി തൻ്റെ കാൽ കീഴിലാക്കി നിർവീര്യമാക്കാൻ തക്കവിധമുള്ള അത്ഭുത ശക്തിയും ദൈവം തൻ്റെ പൈതലിന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ പ്രലോഭനത്തിൽ വീണുപോയി, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ബലഹീനനാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രലോഭനങ്ങളുണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി ദൈവം കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചില്ല എന്നത് തന്നെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചെറുതല്ലേ, ഇത് കുഞ്ഞല്ലേ, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ഇത് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ആരും ഒരു പാപത്തെക്കുറിച്ചും ചിന്തിക്കരുത് എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 20-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, പാപം ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം തന്നിട്ടില്ല. അച്ഛൻ ആദ്യത്തെ ഇടവകയായ കാരറ ഇടവക, അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ച് വലിയ ആവേശത്തോടെ ഇടവകയിൽ പോയി ജോലി ചെയ്യുകയാണ്. അങ്ങനെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചെല്ലാം ശക്തിയോടെ പ്രസംഗിക്കുന്ന കാലം. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് വളരെ കൂളായി അച്ഛനോട് പറയുകയാണ്, അച്ഛോ, ഈ പാപത്തെക്കുറിച്ചൊന്നും ഇത്ര ഗൗരവത്തോടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ അതിൻ്റെ കാരണം? ചേട്ടൻ പറയുകയാണ്, അച്ഛാ, മണ്ണല്ലേ, ഇത് മണ്ണിൽ നിന്നുണ്ടാക്കിയതല്ലേ, മണ്ണാകുമ്പോൾ ഇത്തിരി മണ്ണിൻ്റെ സ്വഭാവമൊക്കെ ഉണ്ടാവും, മരിക്കുന്നത് വരെ ഇത്തിരി പാപ സ്വഭാവമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പാപം ചെയ്യാതിരിക്കും, ചിലപ്പോൾ പാപം ചെയ്യും, ഇത് കയറി ഇറങ്ങിയും കിടക്കും. ഇതത്ര ക്ലിയറായിട്ട് 100% പെർഫെക്റ്റായിട്ട് ഈ ഭൂമി ജീവിക്കാനൊന്നും പറ്റുമെന്ന് തോന്നണില്ല. അസ്ഥി മൂത്താലേ ബുദ്ധി വെക്കുള്ളൂ. ഹല്ലേലൂയ. നോക്കുക, ആ ചേട്ടൻ്റെ മനസ്സിലിരിക്കുന്ന പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്ന് ശ്രദ്ധിക്കുക. ആ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പാപം ഒരു പ്രശ്നമായ കാര്യമല്ല, പാപം ഒരു വിഷയമുള്ള സംഗതിയല്ല. പാപത്തെ ലാഘവ ബുദ്ധിയോടെ കാണുന്ന ഒരു ദൈവ പൈതലാണ് അദ്ദേഹം. പാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഗൗരവബോധമില്ല, അതാണ് പ്രശ്നം. പാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടില്ല, പാപത്തെ അദ്ദേഹം ലാഘവ ബുദ്ധിയോടെ കാണുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊക്കെ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഇത് ഭൂമിയിൽ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ? നമ്മൾ മണ്ണല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ബലഹീനത ഉണ്ടാവില്ലേ? ഇതെല്ലാം പാപം ചെയ്യാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സ്വയം ന്യായീകരണങ്ങൾ മാത്രം. എന്താ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 15:20 പഠിപ്പിക്കുകയാണ്, പാപം ചെയ്യാൻ അവിടെ നിന്ന് ആർക്കും അനുവാദം തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുകയാണ്, ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അച്ഛാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്നാരാ പറഞ്ഞേ? പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ളതിൻ്റെ ദൈവവചന അടിസ്ഥാനം ഉണ്ടോ? ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച്? പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. ഇന്ന് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീ മനസ്സ് വെക്കുന്നില്ല എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. ഇത് ദൈവവചനം തരുന്ന ഉറപ്പാണ്, ഇത് ദൈവം തരുന്ന ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പാപത്തിൻ്റെ നാളുകളിൽ ജാഗരൂകത പാലിക്കണം. പാപത്തിൻ്റെ നാളുകളിൽ ജാഗരൂകത പാലിക്കണം. ഇതൊരു ചെറിയ പാപമല്ലേ, ഇതൊക്കെ ഗൗരവമാക്കാനുണ്ടോ? വലിയ വലിയ പാപങ്ങൾ വരുമ്പോൾ ഗൗരവമാക്കിയാൽ മതി. ഈ ചെറിയ പാപങ്ങളും സാരമില്ല, ഇതൊരു കുഞ്ഞു നുണയല്ലേ, ഇത് അല്പം പാലിൽ വെള്ളം ചേർക്കുന്ന കാര്യമല്ലേ, ഇതൊന്നും കുഴപ്പമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ. ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തൻ, വലിയ കാര്യങ്ങൾ അവിശ്വസ്തൻ. നീ കുഞ്ഞു പാപം ചെയ്യുന്ന വ്യക്തിയാണോ, നീ ചെറിയ പാപം ചെയ്യുന്ന വ്യക്തിയാണോ, നിശ്ചയമായും നീ വലിയ പാപവും നാളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തെക്കുറിച്ച് ജാഗരൂകത പാലിക്കുക, പാപത്തെക്കുറിച്ച് വിജിലൻ്റ് ആയിരിക്കുക. ഒരു സംഭവം, ഒരു കുഞ്ഞു പാപമാണെങ്കിൽ കുഞ്ഞു പാപത്തെ അപ്പോൾ തന്നെ തള്ളിക്കളയേണ്ട ആവശ്യകതയെ വെളിപ്പെടുത്താൻ ഒരു പ്രൊഫസർ തൻ്റെ വിദ്യാർത്ഥികൾക്ക് വെളിപ്പെടുത്തിയ ഡെമോൺസ്ട്രേഷനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം പ്രൊഫസർ ആ വിദ്യാർത്ഥികൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിച്ചപ്പോൾ പ്രൊഫസർ ഒരു ഡെമോൺസ്ട്രേഷൻ അവരുടെ മുമ്പിൽ നടത്തി.
ഒരു വലിയ ടംബ്ലർ കൊണ്ടുവന്ന് അതിൽ നിറയെ വെള്ളം നിറച്ചു. അതിനുശേഷം ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ആ ടംബ്ലർ എടുത്തു വെച്ചു. അതിനുശേഷം ഈ ടംബ്ലറിൽ ഒരു തവളയെ പിടിച്ചിട്ടു. തവള ചിന്തിച്ചു, ഞാൻ ജലാശയത്തിൽ കടന്നപ്പോഴും ഇവിടെ കടന്നപ്പോഴും 2 സ്ഥലത്തും വെള്ളം, 2 സ്ഥലത്തെ വെള്ളത്തിനും തണുപ്പ്. അവസ്ഥ മാറിയത് തവള തിരിച്ചറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. തവളയ്ക്ക് അവിടെയും വെള്ളം ഇവിടെയും വെള്ളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവകാശം പ്രൊഫസർ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് വളരെ നേർത്ത ജ്വാല മാത്രം വെച്ചു. ചെറിയ ഒരു ജ്വാല മാത്രം വെച്ചു. വെള്ളത്തിന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പതുക്കെ വെള്ളത്തിൻ്റെ അടിഭാഗം തൊട്ട് ചൂട് പിടിച്ച് വരാൻ തുടങ്ങി. അപ്പോഴും തവള ഒരു പ്രശ്നമായത് കണക്കാക്കിയില്ല. വെള്ളത്തിൻ്റെ തണുപ്പ് അല്പം മാറി വരുന്നുണ്ട് എന്നല്ലാതെ ഒരു അപകടം ഇതിലുണ്ട് എന്ന് തവള മുൻകൂട്ടി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. തവള ചിന്തിച്ച് സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, തണുപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും പ്രൊഫസർ വളരെ സാവധാനം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ജ്വാല കുറേശ്ശെ കൂട്ടിക്കൊണ്ടേയിരുന്നു. 10-24 മണിക്കൂർ കൊണ്ടാണ് ഈ ജ്വാല അതിൻ്റെ പൂർണ്ണ സ്റ്റേജിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജ്വാല അല്പാൽപമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ചൂട് ക്രമേണ വർദ്ധിച്ചു വന്നു. വെള്ളത്തിൻ്റെ ചൂട് ഗ്രാജുവലായി വർദ്ധിച്ചത് കൊണ്ട് തവളയ്ക്ക് അതിൻ്റെ അപകടസ്ഥിതി മണത്തറിയാൻ മുൻകൂട്ടി കാണാൻ പറ്റിയില്ല. തവള പറഞ്ഞു, സാരമില്ല, ഇത്തിരി ചൂട് കൂടുന്നുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവോ, കുഴപ്പമില്ല. അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ, സമയത്തിൻ്റെ സമാപ്തിയിൽ വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെട്ടിത്തിളക്കി മറിയാൻ തുടങ്ങി. തവള ചത്തുമലച്ച്. തവളയ്ക്ക് അപകടം തിരിച്ചറിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെടാൻ സമയം കിട്ടിയില്ല. തവള ചത്തുമലച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഓരോ വ്യക്തിയിലും പാപം പിടിമുറുക്കുന്നത്. തുടക്കത്തിൽ ഒരു കുഞ്ഞു ചായ്വ്, ഒരു കുഞ്ഞ് ആഗ്രഹം, ഒരു ചായ്വ്, ഒരു ടെൻഡൻസി, പിന്നെ അത് ഭീകരമാം വിധം വളർന്ന് ആത്മാവ് നശിച്ച് നാമാവശേഷമാകാൻ തക്കവിധം അത് ശക്തി പ്രാപിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപഹരിക്കും. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപഹരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തെ ലഘുവായി കാണരുത്. കുഞ്ഞു പാപമാണോ വലിയ പാപമാണോ നമ്മൾ ചിന്തിക്കേണ്ട. കുഞ്ഞു പാപം ചെയ്യുന്നവൻ വലിയ പാപത്തിൽ വീഴും. ഹല്ലേലൂയ. പാപത്തിന്റെ നാളുകളിൽ ജാഗരൂകത പാലിക്കുക. ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 21:10 പഠിപ്പിക്കുകയാണ്. പാപിയുടെ പാത കല്ലുഭാഗി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. പാപിയുടെ പാത കല്ലുഭാഗി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. പാപത്തിൻ്റെ നാളുകളിൽ പാപത്തിലൂടെ നടക്കുമ്പോൾ പാപത്തിൻ്റെ ഗൗരവവും പാപത്തിൻ്റെ പ്രത്യാഘാതവും നമുക്ക് മനസ്സിലാവില്ല. അത് കല്ലുഭാഗി മിനുസപ്പെടുത്തിയിരിക്കുന്നു. ഇത് സുഖമാണല്ലോ, ഇത് കുഴപ്പമില്ലല്ലോ, കൊള്ളാമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. എന്നാൽ പാപത്തിൻ്റെ പരിണത ഫലത്തിൻ്റെ പിടിയിൽ നാം അമരുമ്പോൾ രക്ഷപ്പെടാൻ വയ്യാത്ത നാശത്തിൽ നമ്മൾ നിബന്ധിക്കും. അപരിഹാര്യമായ അത്യാഹിതം സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം 24:19 പഠിപ്പിക്കുന്നത്, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകും. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകും. ഹിമജലം അത് മഞ്ഞുകട്ടയായി അങ്ങനെ ഒന്നിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. ഹിമജലമായി അങ്ങനെ ഒരു ഹിമപർവ്വതമായി ഒരു മഞ്ഞുകട്ടയായി ഇരിക്കുമ്പോൾ ആ മഞ്ഞുകട്ടയ്ക്ക് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ ഇരിക്കണം. എന്നാൽ ആ മഞ്ഞുകട്ട ഇരിക്കുന്നത് സൂര്യപ്രകാശം വരുന്ന സ്ഥലത്താണ്. വരൾച്ച, ചൂട് അതിൻ്റെ മേൽ അടിക്കാൻ തുടങ്ങി. മഞ്ഞുകട്ടയുടെ ആഗ്രഹം ഒന്നിച്ച് കൂട്ടായ്മയിൽ ഇരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ മേൽ സൂര്യപ്രകാശം അടിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ആ മഞ്ഞുകട്ട ഇളകി പറഞ്ഞ് ഒഴുകി അവിടുന്ന്
അഗാധങ്ങളിലേക്ക് നിപതിക്കുകയാണ്. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകും. ഇന്ന് കുഞ്ഞു കുഞ്ഞു പാപം ചെയ്യുന്നൊരു വ്യക്തിയാണോ? ഇന്ന് ചെറിയ ചെറിയ പാപം ചെയ്യുന്നൊരു വ്യക്തിയാണോ? നാളെ വലിയ പാപം ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും പാപം പാപിയെ തട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം തരണമേ. സ്വന്തം പാപത്തെ ന്യായീകരിക്കുന്ന പ്രവണതയെ കഴുകിക്കളയണമേ. ഇത് ചെറിയ പാപമല്ലേ, ഇതൊന്നും സാരമില്ല, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള അബദ്ധ ചിന്തകളെല്ലാം കഴുകിക്കളയണമേ. ദൈവവചനത്തിൻ്റെ ബോധ്യം ഹൃദയത്തിലേക്ക് വേരുവാകാൻ അവിടുന്ന് ഇപ്പോൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ, പാപത്തെ ഗൗരവത്തോടെ ചിന്തിച്ച് വിട്ടുപേക്ഷിക്കാൻ ആത്മീയ ബോധ്യങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അരൂപിയെ അവിടുന്ന് പ്രവർത്തിക്കണമേ. പാപത്തിൻ്റെ കഠിനമായ ബന്ധനത്തിൽ കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. വിശുദ്ധിക്ക് വേണ്ടി ദാഹം നൽകണമേ. സ്വർഗീയമായ നൈർമല്യത്തിന് വേണ്ടി ദാഹം നൽകണമേ. പിതാവിൻ്റെ മകനാകാൻ, പിതാവിൻ്റെ മകളാകാൻ, വിശുദ്ധിയിലേക്ക് ഉയരാൻ വലിയ ആന്തരിക ദാഹം നൽകി ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങളിലേക്ക് അനുതാപം പൊട്ടിപ്പുറപ്പെടട്ടെ. ഹൃദയങ്ങളിൽ അനുതാപം ഉണരട്ടെ. അനുതാപത്തിൻ്റെ അഭിഷേകം അങ്കുരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, സ്പർശിക്കണമേ. കഠിന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. കല്ലുപോലെ കഠിനമായ ഹൃദയങ്ങൾ മാംസളമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം. 25-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ തന്നെ. 121-ാം സങ്കീർത്തനം ദൈവം സഹായിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ ബലഹീനർ പ്രാർത്ഥിക്കട്ടെ, ദുർബലർ പ്രാർത്ഥിക്കട്ടെ, രോഗികൾ പ്രാർത്ഥിക്കട്ടെ, ഞെരുക്കത്തിലിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരിലുള്ളവർ പ്രാർത്ഥിക്കട്ടെ, തകർന്നവർ പ്രാർത്ഥിക്കട്ടെ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. എത്ര ശ്രമിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല എന്ന് വിലപിക്കുന്നവർ കർത്താവിനെ വിളിക്കട്ടെ. അവിടുന്ന് ശക്തിയോടെ വിടുവിക്കുന്നവനാണ്. അവിടുന്ന് ശക്തിയോടെ വിടുവിക്കുന്നവനാണ്. കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഈ നിമിഷം കർത്താവിനെ വിളിക്കുക. അവിടുന്ന് തൻ്റെ ശക്തിയാൽ നമ്മളെ ആടയൊടിപ്പിക്കും. അവിടുന്ന് തൻ്റെ ശക്തിയാൽ നമ്മളെ വലയം ചെയ്യിക്കും. അവിടുന്ന് തൻ്റെ ശക്തി കൊണ്ട് നമ്മളെ ബലവാന്മാരാക്കി മാറ്റും. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇപ്പോൾ അവിടുന്ന് കെട്ടുകൾ അഴിക്കണമേ. ഇപ്പോൾ അവിടുന്ന് തിന്മകളെ തകർക്കണമേ. ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, അങ്ങയുടെ നാമത്തെ വിളിച്ച് കരയുന്ന ഓരോരുത്തരുടെ മേൽ അവിടുന്ന് തൻ്റെ അത്ഭുത ശക്തിയെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കാൽമുട്ടുകളുടെ വേദനകൾ വിട്ടുപോകട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ അസ്വസ്ഥതകൾ സൗഖ്യമാകട്ടെ. കരൾ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. നിഗൂഢ രോഗങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാത്ത രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, പാരമ്പര്യമായ രോഗങ്ങൾ യേശുവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോചനം കിട്ടാത്ത പാപദുശീലങ്ങളിൽ നിന്ന് ഇപ്പോൾ കർത്താവിൻ്റെ ശക്തിയാൽ വിടുതലുണ്ടാകട്ടെ. മദ്യപാനം മാറട്ടെ. പുകവലി മാറട്ടെ. ചീട്ടുകളിയുടെ ദുർസ്വഭാവം വിട്ടുപോകട്ടെ. യേശുവേ, 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 യേശുവേ. ഞാൻ കരിമ്പയിൽ വരുന്നു. എൻ്റെ കയ്യിൽ ഇതുപോലെ എന്തോ വിഷം തട്ടി. അതുപോലെ പല ഡോക്ടർമാരെ കണ്ടു. ഒരു മരുന്നും ചെയ്തിട്ട് എന്നെ ഏറ്റില്ല. അവസാനം മൈക്കിളാട്ടിനാർ വീട്ടിൽ പോയപ്പോൾ അയാൾ ഒരു എണ്ണ തന്നു. ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയത്. ആ എണ്ണ തട്ടി പഴുപ്പാത്തേ പോലെ നിന്നു. ആൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളെന്ന് പറഞ്ഞു.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ. 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 എന്താ ചന്ദ്രൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ- ചന്ദ്രന്റെ ഈ കൈ കണ്ടോ? ഈ കൈ ഇത് വിഷം തട്ടിയതല്ലേ? ഈ കൈ നോക്കി, ഇവിടെ മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ മുഴുവൻ പഴുത്തിരിക്കുകയായിരുന്നു. ഇത്രയും ഭാഗം ഇത് കണ്ടോ? പഴം പോലെ നിങ്ങൾ കാണുന്നില്ല? പഴം പോലെ പഴുത്തിരിക്കുകയായിരുന്നത്. നിങ്ങൾ കണ്ടായിരുന്നത്? കാണേണ്ടത് എന്ത് കാണണ്ടത്? ഇവിടെ ഒന്നും മുണ്ട് കൊടുക്കാൻ പറ്റായിരുന്നു. ഈ കൈയുടെ ഈ ഉള്ളു കണ്ടോ നിങ്ങള്? ഇതാ ഇത്രയും ഭാഗം, ഈ ഭാഗമൊക്കെ പൊളിഞ്ഞിരിക്കണല്ലേ? ഇത്രയും ഭാഗം പഴം പോലെ പഴുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഒരു മൈക്കിൾ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് പ്രാർത്ഥിക്കുമ്പം ഇവിടെ വെഞ്ചിരിപ്പും പരിപാടിയെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവിടുത്തെ കുറച്ച് എണ്ണ കൊണ്ട് ആ ചേട്ടൻ്റെ ഇത് പാമ്പ് പിടിച്ചിട്ട് വന്നതല്ലേ, വിഷം തട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ എണ്ണ കുറച്ചെടുത്തുകൊണ്ട് ഈ കയ്യേട്ടിട്ട് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് കയ്യേലേക്ക് അങ്ങോട്ട് വിട്ടുകൊണ്ട് പ്രാർത്ഥിച്ച്. എന്താണ്ടായത്? ആ പഴുപ്പ്, ആ പഴം പോലെ ഇരുന്നതും പഴുത്തൊലിക്കുന്നതും ആയ സംഗതി അങ്ങോട്ട് ഉണങ്ങിയിട്ട് കരിഞ്ഞിട്ട് ഇതുപോലെയായി. നോക്ക്, ഇതുപോലെയായി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാണണ്ട, അടയാളം പോലും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 മാസം അങ്ങനെ പഴുത്തിരുന്ന സംഗതിയാണിത്. അതാണ് എണ്ണയും കിട്ടി. പല ഡോക്ടർമാരെയും കണ്ടു, പക്ഷേ ഇത് ഡോക്ടർമാരെയും കൊണ്ട് കാണിച്ചതാണിത്. കാണിച്ചാണ്. അതാണ് എണ്ണയും കിട്ടി 2 ദിവസങ്ങളിൽ കരിഞ്ഞങ്ങോട്ട് ഉണങ്ങി ഇങ്ങോട്ട് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ചന്ദ്രപ്പ ധ്യാനം കൂടുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ.